ഹായ്, ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് 3 എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഇതൊരു ഹൊറർ സീരീസ് ആണ് കേട്ടോ. ഒരു 30 മിനിറ്റ് ആണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഉള്ളത്. ഇതൊരു അടിപൊളി സാധനമാണ്. ഇതിന്റെ ഡയറക്ടർ നമ്മുടെ വിഷ്ണു PV അങ്ങനെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഥയും ചെയ്തിട്ടുള്ളത് മൂപ്പര് തന്നെയാണ്. എനിക്കും ഈ ഒരു ഷോർട്ട് ഫിലിം സജസ്റ്റ് ചെയ്തതാണ്, കണ്ടു നോക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മളെ ഒന്ന് പേടിപ്പിക്കാനും പിന്നെ ആ ഒരു പേടി എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയുന്ന ഒരു ക്ലൈമാക്സ് കൂടി ഇട്ടിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം അവസാനിപ്പിച്ചിട്ടുള്ളത്. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഈ ഹൊറർ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തില്ല. അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രേതം അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് മിക്കവാറും ഷോർട്ട് ഫിലിമുകളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് അതിൽ നിന്ന് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ലാസ്റ്റ് ക്ലൈമാക്സ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ഷോർട്ട് ഫിലിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4-5 വട്ടം ഒന്ന് ഞെട്ടിപ്പോയി. ആ ഒരു അങ്ങനത്തെ കുറച്ച് സീനുകൾ ഈ ഒരു ഷോർട്ട് ഫിലിമിലുണ്ട്. ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും അവർ ആ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കൊച്ചുകുട്ടി, പിന്നെ അവൻ്റെ അച്ഛൻ, അമ്മ, ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കഥ വളരെ സിമ്പിൾ ആയിട്ടൊരു കഥയാണ്. ഒരു പഴയൊരു മനയിലോട്ട് ആ ഒരു അവന്റെ എന്താ പറയാ, ആ മനയിൽ വീണ്ടും ഇവർ താമസത്തിന് വരുന്നു. അപ്പൊ ആ മനയിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വേറൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു ട്വിസ്റ്റാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സംഭവം കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ആ ഒരു പ്രേതത്തിന്റെ ശല്യം കാരണം, അല്ലെങ്കിൽ ആ ഒരു പ്രേതമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കാരണം അവർക്ക് ആ ഒരു മനയിൽ നിൽക്കാൻ പറ്റാതെ അവർ അവിടുന്ന് വീണ്ടും തിരിച്ച് വേറെ സ്ഥലത്തോട്ട് പോകുന്നു. ആ പോകുന്ന വഴിക്കാണ് ഇതിന്റെ ശരിക്കുള്ള ആ ഒരു ക്ലൈമാക്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പേടി, അതിനെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന സിറ്റുവേഷൻസ് എല്ലാം ആ ഒരു പേടിയിലോട്ട് കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു പ്രേതാലയം പോലത്തെ ഒരു വീട്ട്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു മനയിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, പ്രേതശല്യമാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊന്നും നിൽക്കാനൊന്നും പറ്റുന്നില്ല. അവർക്കൊക്കെ ഭയങ്കര ഒരു പേടി മനസ്സിൽ വരുത്തുന്നു. അപ്പോൾ അതിനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഭയപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും ഇതിന്റെ ഒരു ക്ലൈമാക്സിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രേതത്തിന്റെ അല്ലെങ്കിൽ ഹൊറർ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷുവറായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമകളാണെങ്കിലും കാണുമ്പോൾ ഒന്നെങ്കിൽ ടി വിയിലാണെങ്കിൽ നല്ലൊരു സൗണ്ട് വെക്കണം, അല്ലെങ്കിൽ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട്, മൊബൈലിലാണെങ്കിൽ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് കാണണം. അതും ഒറ്റയ്ക്ക് ഇരുന്ന് കാണുകയാണെങ്കിലാണ് നമുക്ക് ഇതിന്റെ ശരിക്കുള്ള ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു 3 സീൻ എങ്ങാണ്ട് നല്ലൊരു നെറ്റില് നൈസായിട്ടൊരു സാധനമൊക്കെ എനിക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കിട്ടി. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്ത ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ മൂവിയുടെ ഒക്കെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.